വെൽക്കം ടു കുഞ്ഞി അടുക്കള. അപ്പോൾ ഇന്ന് നല്ല നാടൻ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് നമ്മൾ കഴിക്കുന്ന വാഴക്കൂമ്പ് തോരൻ. അപ്പോൾ നമുക്ക് ഈ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വാഴക്കുടപ്പൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിലയിടത്ത് വാഴക്കുടപ്പൻ എന്ന് പറയും, വാഴപ്പൂ എന്ന് പറയും, വാഴക്കൂമ്പെന്നും പറയും. അപ്പം ഞാനത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കറയെല്ലാം കളഞ്ഞ് എടുത്തു വെച്ചതാണ്. ഇപ്പം നന്നായിട്ട് ഞാൻ ഇതുപോലെ കൊത്തി അരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ എടുത്തപ്പം ഇതേപോലെ കുറച്ച് പൂവും കൂടെ ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, വാഴപ്പൂവ്. അപ്പോൾ എല്ലാവർക്കും വാഴപ്പൂവ് തോരൻ വെക്കാനൊക്കെ അറിയാം, പക്ഷെ എന്നാൽ ഓരോരുത്തരും ഓരോ രീതിയിലും ഓരോ ടേസ്റ്റിലുമാണ് വെക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം ഇതിന് നല്ലൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നതാണ് ചെറിയ ഉള്ളി. അപ്പം നിറയെ ഒരു 10-20 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ചെറിയ ഉള്ളി അരിഞ്ഞ് ഈ വാഴപ്പൂവ് തോരൻ വെക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെറിയ ഉള്ളി എടുക്കുക കേട്ടോ, സവാള ചേർക്കരുത്, ചെറിയ ഉള്ളി തന്നെ എടുക്കണം, അതാണ് നല്ല ടേസ്റ്റ്. ഇപ്പം നമ്മൾ ഈ പയറൊക്കെ ഇട്ട് വെക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് ഈ ചെറിയ ഉള്ളി ഇട്ട് ഈ വാഴപ്പൂ തോരൻ വെക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഞെരടി കൊടുക്കുക. അപ്പോൾ ഉള്ളിയുടെ ആ ഫ്ലേവറൊക്കെ ഈ വാഴപ്പൂവിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഞെരടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വാഴപ്പൂവിനനുസരിച്ചുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ചുവന്നുള്ളി എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്കിതിനുള്ള അരപ്പും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വാഴപ്പൂവിൻ്റെ ഉള്ളിയുടെയൊക്കെ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനൊരു 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാൻ കേട്ടോ. ഒരു 3-4 പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക, അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ഇനി നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പം ഞാൻ അരപ്പെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കാം, ഒരു 1 ടീസ്പൂൺ കടുക്, ഒരു 2-3 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പൂ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി സിമ്മിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. ഇതേപോലെ നല്ലപോലെ അമർത്തി വെക്കണം. ഇനി ഇത് ഇങ്ങനെ തന്നെ സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ തോരന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയുടെയൊക്കെ ആ വെള്ളം നനവിലും ആവിയിലും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റും കൂടെ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും, വെള്ളമൊക്കെ ഒന്ന് വറ്റുകയും ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളുടെ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളി വാഴപ്പൂവെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കണ്ട കേട്ടോ. ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം നനവൊന്ന് തോർത്തിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി, വെള്ളം നനവൊക്കെ ഒന്ന് പോയി കിട്ടും. ഒരുപാടൊന്ന് ഡ്രൈ ആക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി നിറയെ ഇട്ടുകൊണ്ടാണ് നല്ലതുപോലെ വെള്ളം നനവ് ഇതിൽ ഉണ്ടായത്. ഇത്രയും മതിയാവും. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറിയ ഉള്ളി വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും വാഴക്കൂമ്പ് ഇതേപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്